ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിലെ കബോർഡ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആയിട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ നാളായി ഞാൻ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് എല്ലാ മാസവും കൂടുമ്പം വൃത്തിയാക്കാമെന്ന് കരുതും. പക്ഷേ ഇത് ഒരു മാസത്തിൽ കൂടുതലായി ക്ലീൻ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തുരുമ്പും കറകളും പിന്നെ പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിന് ഉള്ള ഒരു വഴിയും കൂടി, അതിനുള്ളൊരു ട്രിക്ക് ഞാൻ നിങ്ങൾക്കൊരു ടിപ്സും കൂടി ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവനായും കാണാം. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കബോർഡ് വളരെ വൃത്തികേടായിട്ടുണ്ട്. കാരണം അത്യാവശ്യം എണ്ണപ്പാടുകളും പൊടിയും നിറഞ്ഞിരിക്കുന്നുണ്ട്, പിന്നെ തുരുമ്പും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് വൃത്തിയാക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ ലഭ്യമായതും ലളിതമായതുമായ ക്ലീനിങ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാവരെയും വീട്ടിലുണ്ടാകുന്ന സാധനം വെച്ചിട്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ ചെറുനാരങ്ങയും അതുപോലെ തന്നെ സോഡാപ്പൊടിയോട്ടാണ് വേണ്ടത്. അപ്പം ചെറുനാരങ്ങ കഷ്ണാക്കിയിട്ട് അതിലേക്ക് സോഡാപ്പൊടിയും ചേർത്തിട്ട് എവിടെയാണോ നല്ല രീതിക്ക് തുരുമ്പുള്ളത് ആ ഒരു ഏരിയയിൽ നമുക്ക് നല്ലോണം ഇത് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് ഇളകാൻ തുടങ്ങും. അപ്പം എല്ലാ സൈഡിലും ഉൾഭാഗത്തും നമുക്കിതൊന്ന് നല്ല രീതിക്ക് തന്നെ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് തന്നെ നമുക്കിത് അവിടെ തേച്ച് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ കറകളും തുരുമ്പുകളെല്ലാം ഇളകിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. സോഡാപ്പൊടി ചെറുനാരങ്ങ നല്ല രീതിക്ക് ഉരച്ച ശേഷം പിന്നെ നമുക്ക് കമ്പി രീതിക്ക് ഒന്ന് ഉരച്ച് തുടക്കാട്ടോ. അങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ തന്നെ എല്ലാം ഇളകി കിട്ടും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ കബോർഡിൻ്റെ എല്ലാ ഇടവും നല്ല രീതിക്ക് തന്നെ വൃത്തിയായിട്ട് എപ്പോഴും കിടക്കും. അപ്പം നമുക്കത് ഒരു മാസം ക്ലീൻ ചെയ്തിട്ടില്ല എന്നിട്ടുള്ള പ്രശ്നം വരില്ല. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സമയം ലാഭിക്കുകയും ചെയ്യും. പെട്ടെന്ന് അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. സോഡാപ്പൊടിയും അതുപോലെ ചെറുനാരങ്ങ ഉരച്ച് വെച്ചാൽ നമുക്കൊന്ന് കമ്പി കൊണ്ടൊന്ന് ഉരച്ചാൽ തന്നെ കറകൾ മൊത്തം തുരുമ്പുകളും പെട്ടെന്ന് ഇളകി കിട്ടും. ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക കറകളെല്ലാം പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മളെ ക്യാബിനറ്റ് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അടുക്കളയിൽ പലപ്പോഴും നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മൾ തിരിഞ്ഞു നോക്കാത്ത ഒരേ ഒരു ഏരിയ ഇതായിരിക്കും. കാരണം നമ്മൾ കഴുകി വെച്ച സ്പൂണും അതേപോലെ തന്നെ പാത്രങ്ങളും വെക്കുമ്പം അതിൻ്റേതായ വെള്ളം ഉണക്കി വെച്ചാലും അതിൻ്റെ ചില വെള്ളത്തിൻ്റെ അംശം കൊണ്ടോ ചില പാത്രത്തിൻ്റെ ഇതും കൊണ്ടോ തുരുമ്പ് പിടിക്കാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നത് കൊണ്ട് നമ്മളെ ക്യാബിനറ്റ് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാനും ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാവാനും സാധിക്കും. അപ്പം ഞാനെല്ലാം ഒന്ന് തുരുമ്പും കാര്യങ്ങളെല്ലാം കളഞ്ഞ ശേഷം പിന്നെ ഇതേപോലെ തുണി കൊണ്ട് ആദ്യം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തുണി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും അതേപോലെ തന്നെ ലിക്വിഡും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കുറച്ച് സോഡാപ്പൊടി ഇട്ടിട്ട് ആക്കിയിട്ടുള്ള ക്ലോത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അത് എന്തിനെന്ന് വെച്ചാൽ കൂറൻ്റെ എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കൂറൻ്റെ എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തതിൽ കൂറൻ്റെ ശല്യം പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ലിക്വിഡാണ് കേട്ടോ. അങ്ങനെ എല്ലാ തുരുമ്പും ഞാൻ കളഞ്ഞ ശേഷം പിന്നെ ഞാൻ നല്ല ക്ലോത്ത് എടുത്തിട്ട് എല്ലാ ഇടവും സൈഡും ഞാനിങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫൈനൽ ലുക്ക് നമുക്ക് കാണേണ്ടതാ. നമ്മൾ ആദ്യത്തെ ഇതിനേക്കാൾ നല്ല വൃത്തിയിലും വെട്ടിത്തിളങ്ങുന്നതുമായ നമ്മളത് ക്യാബിനറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടാ. നമ്മൾ ആദ്യം കണ്ടത് എങ്ങനെ തുരുമ്പ് പിടിച്ചതും എണ്ണപ്പാടും പൊടിയും എല്ലാം ഉള്ളതല്ലേ. ഇപ്പോൾ നോക്കി ക്യാബിനറ്റ് പുതിയത് മാതിരി ആയിട്ടുണ്ട്. നല്ല തിളക്കവും എല്ലായിടവും നല്ല വൃത്തിയുമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി.